സിന്ധു തിരോധാന കേസിലും പരിശോധന നടക്കുന്നു. NCSS സംഘം സിന്ധുവിന്റെ വീടും പരിസരവും പരിശോധിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന്, അതായത് നേരത്തെ നടന്ന പരിശോധനയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്റ്റിംഗ് തുമ്പുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അത് നൽകുന്നുണ്ടോ? വിവരം എന്താണ്? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു എന്ന വ്യക്തി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നാലാമതൊരു സ്ത്രീയുടെ തിരോധാനം കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടെന്ന് ന്യൂസ് വിവരം പുറത്തുവിട്ടത്. അതായത് തിരുവിഴ സ്വദേശിയായ സിന്ധു ഇവര് തിരുവിഴ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് പോയ സ്ത്രീയാണ്. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. അതിദയനീയമായിരുന്നു കുടുംബത്തിന്റെ സാഹചര്യം. ആ കുടുംബം, ഭർത്താവ് ഉപേക്ഷിച്ച സിന്ധു ഒറ്റയ്ക്കാണ് ആ 2 മക്കളെ ഉൾപ്പെടെ വളർത്തിയത്. അതിനുശേഷം മകളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് ബിന്ദുവിനെ കാണാതായതെന്ന് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് അർത്തുങ്കൽ പോലീസ് ക്ലോസ് ചെയ്തൊരു കേസ് വീണ്ടും സെബാസ്റ്റ്യന്റെ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് എത്തിക്കുന്നത് ന്യൂസ് 18 ആണ്. ഇപ്പോൾ ആ ഒരു തിരച്ചിലേക്ക് അന്വേഷണ സംഘം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ കേസിലെ സമാനമായ രീതിയിൽ ഒരു പുതിയ തിരച്ചിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ അന്വേഷണ സംഘം അത്തരത്തിൽ ഈ റോസമ്മയുടെ ഈ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളോട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ പുറത്തുവിട്ടതുപോലെ തന്നെ 4 സ്ത്രീകളുമായി ബന്ധപ്പെട്ട തിരോധാനം അന്വേഷിക്കുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന, അതായത് തിരുവിഴയിൽ ഈ അവസാനമായി ഈ യുവതിയെ കാണാതായ സ്ഥലം, അതായത് തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ അവരെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീയെ കാണാതായ ആ സ്പോട്ടാണ് ഇപ്പോൾ NCSSന്റെ നേതൃത്വത്തിലുള്ള സംഘം റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനം തന്നെയാണ് നമുക്കും അതിൽ നിന്ന് ലഭ്യമാകുന്നത്. കാരണം അവസാനമായി കാണാതായ അവർ പിന്നീട് മകളുടെ വിവാഹത്തിന് പോലും എത്തിയിട്ടില്ല. 2 ചെറിയ കുട്ടികളെ, ഭർത്താവ് ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഈ ബിന്ദു 2 ചെറിയ കുട്ടികളെ വളർത്തി വിദ്യാഭ്യാസം ഉൾപ്പെടെ നൽകി അവരുടെ കല്യാണത്തിന് തൊട്ട് മുമ്പ് അമ്മയെ കാണാതാകുന്നു. ഒരിക്കലും അമ്മ തങ്ങളെ വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലല്ല അവരെ കാണാതായത് എന്നുള്ളത് മക്കളും കുടുംബവും കണ്ണീരോടെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അവരുടെ ജീവിത സാഹചര്യം നമ്മൾ ന്യൂസ് 18 പുറത്തുവിടുകയും ചെയ്തതാണ്. ഇപ്പോൾ അന്വേഷണ സംഘം 4മതൊരു കേസ് കൂടി, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള 4മത്തെ തിരോധാന കേസ് കൂടി അന്വേഷിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അവർ തിരുവിഴ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഭാഗം കൂടി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. 4 കേസുകൾ, സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിരോധാന കേസുകൾ 4 കേസുകൾ, അതായത് 2003 മുതൽ ബിന്ദു പത്മനാഭൻ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ട്. അവർ 2006 കാണാതാകുന്നു. അതിനുശേഷം 2012 ആയിഷ തിരോധാന കേസ് ഉണ്ടാകുന്നു. പിന്നീട് പുറത്തേക്ക് വരുന്ന കേസ് ജൈനമ്മ കേസാണ്. അത് 2024 ഈ 2006നും 2024നും ഇടയിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഈ സ്ത്രീകളെയെല്ലാം കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് പോലീസ് അനുമാനിക്കുന്ന ഈ സെബാസ്റ്റ്യൻ ആ ഒരു കാലയളവിൽ ഹാബിച്വൽ ക്രിമിനൽ എന്ന വിലയിരുത്തുന്ന ഇയാൾ ആ സമയത്ത് അടങ്ങിയിരുന്നിട്ടുണ്ടാവില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ കേസ്, അതായത് ചേർത്തലയിലുള്ള മറ്റു തിരോധാനങ്ങളും അന്വേഷിക്കാനായി അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ഇടക്ക് വന്നതാണ് 2020 ബിന്ദു എന്ന് വിളിക്കുന്ന തിരുവഴ സ്വദേശിയായ സിന്ധുവിന്റെ തിരോധാനം. ആ തിരോധാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുതിയൊരു കടമ്പയിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടുന്ന് NCSSന്റെ, അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തിരുവിഴ റെയിൽവേ സ്റ്റേഷനും ഭാഗവും കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. അമ്പലത്തിലേക്ക് പോയ, അതായത് 2020 ഒക്ടോബർ 19 തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു പിന്നീട് 1 മണിക്കൂറിന് ശേഷം അവർ കാണാതാകുന്നു എന്നുള്ളതാണ്. 3 വർഷം അർത്തുങ്കൽ പോലീസ് ആ കേസ് അന്വേഷിച്ചു. ഒടുവിൽ അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ആ ഫയലുകൾ കൂടി തുറക്കുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ്. ഇതിൽ 4 സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 4 തിരോധാന കേസുകൾ പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. NCSS സംഘം ഇവിടെ എത്തി തിരുവിഴയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ, ഇത് നിർണായകമായിട്ടുള്ള എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഇതിനിടയിൽ കൂടെ സംഭവിക്കുന്നുണ്ടോ? നേരത്തെ ബിന്ദു പത്മനാഭൻ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നില്ല എന്ന് നേരത്തെ DYSP പറയുന്നൊക്കെ കേടാ. അപ്പോൾ ഒരുപക്ഷെ ഇത് പുറത്തോട്ട് പറയുന്നില്ലെങ്കിലും വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ എന്നുകൂടിയാണോ? തീർച്ചയായിട്ടും ഇത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ സ്പോട്ടുകളിലേക്കും നമ്മൾ എത്തുമ്പോഴാണ് ഇതിനകത്ത് മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതും തേടുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ഈ ഇരയാക്കപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറിച്ച് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അംഗീകരിക്കുകയോ അവർ പുറത്തുവിടുകയോ ചെയ്യുന്നില്ല. അത്ര രഹസ്യ സ്വഭാവം ഈ അന്വേഷണത്തിന് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന്, അതായത് ഇന്നത്തെ ഒരു നിർദ്ദേശം
പ്രകാരം നമുക്ക് ലഭ്യമായ വിവരപ്രകാരം സെബാസ്റ്റ്യന്റെ പുരയിടം പരിശോധിക്കുന്നു. NCSS സംഘം എത്തി സെബാസ്റ്റ്യന്റെ പുരയിടം പരിശോധിക്കുന്നു എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമായിരുന്നത്. പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. റോസമ്മ നമ്മളോട് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ ഐഷയുടെ തിരോധാനത്തിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് റോസമ്മയുടെ പുരയിടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത റോസമ്മയുടെ പുരയിടത്തിലേക്ക് അവർ വരുന്നു. അവർ റോസമ്മയുടെ വീട്ടിലെ കോഴി ഫാം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ പരിശോധിക്കുന്നു. ഇനിയും കാട് പിടിച്ചു കിടക്കുന്ന 50 സെന്റോളം ഭൂമി അവിടെയുണ്ട്. അവിടെ പരിശോധനകൾ വേണ്ട. ഇപ്പോൾ ഒരു ഭാഗത്ത് ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘം റോസമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു സംഘം, അർത്തുങ്കൽ പോലീസ് നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഇവിടെ ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു എന്നുള്ള സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പല ടീമുകളായി തിരിഞ്ഞ് ഒരേ സമയം തന്നെ പലയിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 4 സ്ത്രീകളുടെ തിരോധാനം പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അതിനകത്ത് മറ്റു പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീകളെല്ലാം കാണാതാകുന്നതിന് ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. ഭർത്താക്കന്മാരുമായി അകന്നു നിൽക്കുന്ന സ്ത്രീകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ ആവശ്യം വരുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെയാണ് ആക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ മകളുടെ വിവാഹത്തിന് 2 മാസം മുമ്പ്, അതായത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് മകൾക്ക് അണിയുന്നുള്ള സ്വർണം ഉൾപ്പെടെ കണ്ടെത്തിയ ഒരു അമ്മയാണ്. അവരത് വാങ്ങി വെച്ചിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മകളുടെ നിശ്ചയത്തിന് പിറ്റേ ദിവസം അവരെ കാണാതാവുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവുമായി അകന്നു നിൽക്കുന്ന സ്ത്രീ മറ്റ് കേസുകളുമായി സിമിലറായി നോക്കുമ്പോൾ സിമിലാരിറ്റി ഈ സിന്ധുവിനെ എന്ന് വിളിക്കുന്ന ബിന്ദുവിന്റെ തിരോധാനത്തിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്നത് ഈ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഐഷയുടെ മക്കളെ ഉൾപ്പെടെ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞത് സെബാസ്റ്റ്യൻ ഈ കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഐഷ തിരോധാനത്തിൽ റോസമ്മയുടെ നിർണായക വെളിപ്പെടുത്തൽ ന്യൂസൈറ്റിനുള്ളിൽ പുറത്തു വന്നതിന് ശേഷമാണ് ഈ റോസമ്മയ്ക്കും മറ്റുള്ളവർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വിശദീകരണത്തിലേക്ക് ബന്ധുക്കളടക്കം എത്തുന്നത്. അതായത് ബന്ധുക്കളോട് പോലും ഈ ഒരു ബന്ധം, അതായത് സെബാസ്റ്റ്യനുമായിട്ടുള്ള കണക്ഷൻസ് അവിടെ മറച്ച് ഹൈഡ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, മറ്റു ബന്ധുക്കളുമായി അധികം അടുപ്പമില്ലാത്ത ആളുകൾ, ഇവരാണ് ടാർഗറ്റിന് ഇരയായിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ബിന്ദു എന്ന് വിളിക്കുന്ന ഇപ്പോൾ പരിശോധന നടക്കുന്ന സിന്ധുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടും അത്തരം ലിങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിർണായക വിവരങ്ങളുടെ തുമ്പ് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും സെബാസ്റ്റ്യൻ എന്ന ഈ വ്യക്തിയെ അയാളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി, തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപർണ. ശരണ്യ സ്നേഹജൻ നൽകുന്നു. നേരത്തെ ന്യൂസ് 18 തന്നെ കൊണ്ടുവന്ന വാർത്ത അത് സ്ഥിരീകരിക്കുകയാണ്. 3 അല്ല 4 സ്ത്രീകളുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിന്ധു എന്ന ബിന്ദുവിന്റെ തിരോധാനത്തിലും സെബാസ്റ്റ്യന്റെ പങ്ക് പോലീസ് സംശയിക്കുകയാണ്. അതിൽ പരിശോധനകൾ പോലീസ് തുടങ്ങുന്നു. അന്വേഷണ സംഘം തിരുവിഴ റെയിൽവേ സ്റ്റേഷനടക്കം പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ശരണ്യ വിവരങ്ങൾ.